ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ദേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി രാത്രിയിൽ. ശ്രുതി ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. പിന്നെ കാണിക്കുന്ന ചന്ദ്രയാണെങ്കിൽ കലി കയറി അങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് രവിയേട്ടനും അവിടെ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. ചന്ദ്രയുടെ കരിപ്പും നിപ്പും കാര്യമൊക്കെ കണ്ടപ്പം ചന്ദ്ര നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചന്ദ്ര ചോദിക്കാം. 1000 പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, അതൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് രവിയേട്ടൻ. പക്ഷെ നീ അവളെ തല്ലിയതേ അതൊട്ട് ശരിയായില്ല എന്ന് പറയാം. അവൾ ഈ വീട്ടിൽ കയറി വന്ന മരുമോളല്ലേ, നീ ചെയ്തത് തെറ്റ് തന്നെയാണ് ചന്ദ്ര എന്ന് രവിയേട്ടൻ പറയുമ്പോൾ അവൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു. അവൾ കള്ളത്തരമല്ലേ കാണിച്ചേ, അത് അറിഞ്ഞിട്ടും ഞാൻ അറിയാത്തതുപോലെ നിൽക്കണോ? ചെയ്ത തെറ്റിനുള്ള ശിക്ഷ പിന്നെ എന്താ കൊടുക്കണ്ടേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുക. അവളെ ഞാൻ തലയിലാണ് കൊണ്ട് നടന്നത്, എന്നിട്ട് അവൾ കാണിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവിയേട്ടൻ എഴുന്നേറ്റിട്ട് ചന്ദ്രേ, കൂടെ കൂടെ നിന്നെ ഞാനോട് പറഞ്ഞിട്ടുള്ള 3 മരുമക്കളെയും ഒരുപോലെ കാണണം എന്ന്. പക്ഷെ നീ ചെയ്യുന്നത് എന്താ? ഒരുത്തി അങ്ങെടുത്ത് തലയെ കയറ്റി വെക്കും, വേറൊരാളെ നിലത്തിട്ട് ചവിട്ടും. ഇത് രണ്ടും തെറ്റായ കാര്യം തന്നെയാണെന്ന കാര്യം രവിയേട്ടൻ പറയുമ്പം ശ്രുതി ചെയ്ത തെറ്റ് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ചന്ദ്രമതി പറയുമ്പം ശ്രുതി ഒറ്റയ്ക്കല്ലല്ലോ തെറ്റ് ചെയ്തത്, നിന്റെ മോനും കൂടെ അതിനകത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിന് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ അവനെ തല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നെ ചന്ദ്ര, ഒരുപോലെ തെറ്റ് ചെയ്ത 2 പേരിൽ ഒരാളെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയാണോ? അത് അവനെന്ത് ചെയ്താലും നീ അങ്ങ് കണ്ണടയ്ക്കും. അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ നല്ലവനാ, അവനൊന്നും അറിയില്ല, ഒരു കള്ളത്തരം അവനറിയില്ല എന്ന് പറയുമ്പോൾ അയ്യോ പിള്ള കുഞ്ഞു വന്നേക്കുന്നു, ഒരു കള്ളത്തരം അറിയാത്തവൻ. അവൻ്റെ മനസ്സിലൊന്നുമില്ല രവിയേട്ടാ, ശുദ്ധ മനസ്സാ അവൻ്റേത്. അതെ എടി, ശുദ്ധ മനസ്സായതുകൊണ്ടാണ് എടി താല് കെട്ടേണ്ട പെണ്ണിനെ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കൊണ്ട് എൻ്റെ 50 ലക്ഷം രൂപ എടുത്തുകൊണ്ട് അവൻ ഓടിക്കളഞ്ഞത്. അപ്പോഴും അവൻ്റെ മേലെ തെറ്റൊന്നും ഇല്ലെന്നും ആ നീലിമ അവൻ്റെ മനസ്സ് മാറ്റി ചെയ്യിച്ചതാണെന്നൊക്കെ പറയുവാണ് ചന്ദ്ര. ഇപ്പോഴും ശ്രുതിയുടെ വാക്ക് കേട്ടിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അവൾക്ക് കൂട്ടുനിന്നത് അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് അവൻ ഇങ്ങനെ വഴി തെറ്റി പോകുന്നത് അല്ലാതെ അവനായിട്ട് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര ഡയലോഗ്. അപ്പം അവന് സ്ഥിരബുദ്ധി ഇല്ലാന്ന് അർത്ഥമല്ലേ? അവനൊരു മരമണ്ടനാണെന്ന് നീ തന്നെ സമ്മതിച്ചല്ലേ എന്ന് ചോദിച്ചു. നീ പറയുന്നത് അത് നീലിമ കാരണം, ഇപ്പം ശ്രുതി കാരണമാണ് സംഭവിച്ചതെന്നുള്ളതല്ലേ? ഇതിൻ്റെയൊക്കെ മൂല കാരണം ആരാണെന്ന് നിനക്ക് അറിയാവോ? ആരാണെന്ന് നിനക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാനായിരിക്കും അല്ലേ? ഉറപ്പായിട്ട് നീ തന്നെയാ, വേറെ ആരാ? എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. അവനെ ലാളിച്ച് വളർത്തി, അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നീ കൂട്ടുനിന്നു. പക്ഷെ അവനെ ഒന്നിലും നീ തിരുത്താനും നിന്നിട്ടില്ല. കോടീശ്വരിയാണെന്ന് പറഞ്ഞ് നീ ശ്രുതിയെ നിലത്തും വെച്ചിട്ടില്ല. എന്നാലേ സച്ചിയെ നീ മകനായിട്ടോ രേവതിയെ നീ മകളായിട്ടോ കണ്ടിട്ടില്ല. നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയും നിനക്കില്ല. അതുണ്ടായിരുന്നെങ്കിൽ പണ്ടേ നീ അവനെ നിലയ്ക്ക് നിർത്തിയാനെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. 2 പെണ്ണുങ്ങളും ഒരുപോലെ പറഞ്ഞില്ല അവൻ ഒന്നിനും കൊള്ളില്ലെന്ന്, നീ ഒറ്റ ഒരുത്തി അവൻ ഇത്തരത്തിലാക്കി മാറ്റിയതെന്നൊക്കെ പറയുമ്പം ഞാൻ കൊണ്ടുവന്ന മരുമകൾ നല്ലതല്ല, നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ നല്ലതെന്നല്ലേ നിങ്ങളിപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുമ്പം പറഞ്ഞത് ഉൾക്കൊള്ളാം. അത് വിഷയം മാറ്റാൻ നീ ശ്രമിക്കല്ലേ ചന്ദ്രേ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് പറയുന്ന കാര്യങ്ങളാണ് നീ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ളത്? നിന്നോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാനൊന്നും. വീണ്ടും നിന്നോട് വന്ന് മിണ്ടിയതാണ് എൻ്റെ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛാ അച്ഛാ അച്ഛാ. എന്താടാ അച്ഛാ? ശ്രുതി പോയച്ഛാ. എങ്ങോട്ട് പോയെന്നു എനിക്കറിയില്ല എൻ്റെ അച്ഛാ. അപ്പം നിന്നോട് പറയാതെയാണ് അവൾ പോയിരിക്കുന്നത്. അമ്മ, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല, അവളെ ഒറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ കുറേ കുറ്റപ്പെടുത്തി. നല്ല ദേഷ്യത്തിൽ സങ്കടത്തിൽ അവൾ പോയത്. ഇപ്പോഴും കുറ്റം നിനക്ക്. അവളിപ്പോഴും നല്ലവള് അല്ലേ? അതെന്താ ഇവൻ ചെയ്തതെന്താ തെറ്റല്ലേന്ന് ചോദിച്ചു അച്ഛൻ. നീ അവളെ തല്ലുമ്പോൾ ഇവൻ വായടച്ച് നിൽക്കുമായിരുന്നില്ലേ? അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചോദിക്കുകയാണ്. എടാ, അവൾ പോകുമ്പോൾ സമാധാനിപ്പിച്ച് അവളവിടെ പിടിച്ച് നിർത്തേണ്ടായിരുന്നോ നീ? അതും എന്നെ സച്ചിൻ ശ്രീകാന്ത് എന്നെ കളിയാക്കി സംസാരിച്ചു. ആ ഒരു ദേഷ്യത്തില്ല ഞാൻ അവളോട് പോയി എങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറയുമ്പം അത് സാരില്ല പോട്ടെ, നീയേ പെട്ടെന്ന് പോയി അവളെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, പെട്ടെന്ന് നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകാൻ നോക്കുമ്പം നിൽക്കടാ അവിടെ അമ്മ പറയണു. എന്താ അവളെവിടെ പോയത്? അവളൊരു ഓട്ടോയിൽ കയറിയാ പോയത്. എടാ, അവളുടെ കയ്യിൽ ബാഗോ മറ്റോ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. ബാഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു അമ്മേ. അപ്പം അവൾ വന്നോളും, നീ ആരെയും കൂട്ടാനായിട്ട് ഇവിടെ നിന്ന് പോവണ്ട. ചന്ദ്ര, അവൾ വളരെ വിഷമിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവളെ അങ്ങനെ വിടുന്നത് ശരിയാണോ? വീട് വിട്ട് പോയതാണെങ്കിൽ അവൾ പെട്ടിയും തൂക്കി പോയേനെ. അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നോളും. എടാ, നീ എങ്ങോട്ടും പോകണ്ട, ആരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങ് വരികയും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് നല്ലതിനല്ല എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു അവൾക്ക് ഒരു ഇടം കൊടുക്കരുത്, തലയിൽ വെക്കരുതെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് നിനക്ക് എൻ്റെ വാക്ക് കേൾക്കാൻ തോന്നിയതല്ലേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. ശ്രുതി അന്നേരം ഇങ്ങനെ സൈഡിൽ നോക്കി ഇങ്ങനെ നിൽക്കുക. ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രേ. എന്തെപ്പം ചെയ്യണം പറയണം എന്നൊന്നും നിനക്ക് ഇപ്പോഴും അറിയില്ല ചന്ദ്രേ. നീ ഇവൻ്റെ കൂടെ ചെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വേണമെന്ന് എനിക്കറിയാം, നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന് ചന്ദ്രമതി.
എടാ എന്താലോചിച്ചോണ്ട് നിൽക്കുവാടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ എവിടെയാണെങ്കിലും നീ അവളെ കാണാൻ പോയേക്കരുത്, മിണ്ടിപ്പോകരുത് അവളോട്, അവളെ ഫോൺ പോലും ചെയ്തേക്കരുത്, പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായമ്മേ ഓ എന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് കയറിപ്പോയി. ചന്ദ്രയുടെ വട്ട് കണ്ടിട്ട് അവിടെ നിന്ന് രവിയേട്ടൻ കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ശ്രുതിമോള് നേരെ പോയി തൻ്റെ അമ്മയുടെ അരികിലേക്ക് അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുക. ദേ മോള് വല്ലതും കഴിക്ക്, അമ്മ എടുത്തോണ്ട് വരാമെന്ന് പറയുമ്പം എനിക്കൊന്നും വേണ്ട അമ്മ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാട്ടോ. നീ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ നിന്നെക്കുറിച്ചുള്ള സത്യം എല്ലാവരും എല്ലാം അറിഞ്ഞു കാണുമെന്ന് ഞാൻ പേടിച്ച് പോയി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ മോളോട് പറയുക. അപ്പോഴേക്കും ശ്രുതി മോൾ എഴുന്നേറ്റ് അങ്ങ് ഇരുന്നു. ഈ ചെറിയ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ, അപ്പോൾ സത്യം അറിഞ്ഞാൽ എന്താവും എൻ്റെ അവസ്ഥ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. കിട്ടിയ ജോലിയിൽ എന്തൊക്കെയോ കാരണം പറഞ്ഞ് എല്ലാം വിട്ട് കളഞ്ഞു. പിന്നെ ജോലിക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ശ്രുതി ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന കാര്യം ശ്രുതി പറയാം. എന്നിട്ട് അവസാനം ഞാൻ മാത്രം കുറ്റക്കാരിയായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ കല്യാണി മോളെ നീ നല്ല കാര്യം തന്നെയാണ് ചെയ്തേ, പക്ഷേ കാശ് കിട്ടിയ കാര്യം നീ വീട്ടിൽ പറയണമായിരുന്നു എന്ന് അമ്മ പറയുക. പറയാത്തത് തെറ്റ് തന്നെയാണ് മോളെ എന്ന് പറയുമ്പോൾ അമ്മ അവരെ പോലെ നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. അപ്പം എന്ത് നടന്നാലും നീ അവിടെ തന്നെ നിന്ന് സമാധാനത്തോടെ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ശ്രുതിയോട് ദേഷ്യപ്പെട്ട് നീ ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലല്ലേ എന്ന് ശ്രുതി ചോദിക്കുവാണ്. ഞാൻ ഇവിടെ തന്നെ നിന്ന് നിങ്ങൾക്കൊക്കെ ഒരു ശല്യമാകുമെന്ന് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എടി ഇങ്ങനൊരവസ്ഥയിൽ നീ വരാൻ പാടില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇങ്ങനെ അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുക. കാശ് കിട്ടിയിട്ട് പറയാത്തതിൻ്റെ ദേഷ്യത്തിലാണ് നിൻ്റെ അമ്മായിമ്മ നീ ശ്രുതിയോട് കയറിത്തിറങ്ങിപ്പോയെന്ന് അറിഞ്ഞാൽ അവരുടെ ദേഷ്യം കൂടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. മോളെ കല്യാണി നീ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോകാൻ പറയണം. അപ്പോഴും ദേഷ്യമാണ്, എല്ലാവരും കൂടെ വളഞ്ഞിട്ട് എന്നെ ആക്രമിക്കുക അമ്മേ, സച്ചി നല്ലവനാണെന്നല്ലേ നിങ്ങൾ പറയാറ്, എന്നിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവനാണെന്ന് പറഞ്ഞ് സച്ചിയുടെ തലയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെച്ച് കൊടുക്കുമ്പോൾ അതവന് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ മോളെ പറഞ്ഞത്, നീ അത് ചെയ്ത കാര്യമല്ലേ എന്ന് അമ്മ ചോദിച്ചു. ദേ നീ അവനെ കുറ്റപ്പെടുത്തണ്ടെന്നും അമ്മ പറയാ. പിന്നെ കാശ് കിട്ടിയ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദേ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണെന്നും പറഞ്ഞു. അറിഞ്ഞിരുന്നെങ്കിൽ സച്ചി അത് 3 ഷെയർ ചെയ്തെടുത്തേനെ, പിന്നെ ശ്രുതിക്ക് ഷോറൂം തുടങ്ങാൻ പറ്റില്ലായിരുന്നു എന്ന കാര്യം പറയുവാണ് ശ്രുതിമോള്. അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ ആൻറ്റി എന്നെ തല്ലിയപ്പോൾ ശ്രുതി ഒന്നും പറയാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരുന്നു അവിടെ. ദേ ശ്രുതി എൻ്റെ കൂടെ ഒന്ന് നിൽക്കുക പോലും ചെയ്തില്ല എന്നൊക്കെയാണ് ശ്രുതി പറയണേ. എനിക്ക് വേണ്ടി ഒരു അക്ഷരം പോലും ശ്രുതി മിണ്ടിയില്ല, അതാണ് എനിക്ക് ഇത്രയ്ക്ക് സങ്കടം വന്നതെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും കല്യാണി, പക്ഷെ നീ ഇവിടെ വന്നിരുന്ന പ്രശ്നം അത് കൂടുതൽ വഷളാവത്തല്ലേ ഉള്ളൂ. മോള് നാളെ തന്നെ വീട്ടിലേക്ക് ചെല്ലണമെന്നും അവരോട് ക്ഷമ ചോദിക്കണമെന്നും പറഞ്ഞു കൊടുക്കുക. പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കാനും നോക്കണമെന്ന് പറയണം. അല്ലേലും ജാതകം നോക്കിയപ്പോൾ ജ്യോത്സ്യർ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നതാണെന്ന കാര്യം അമ്മ ഇപ്പോഴും പറയുക. അന്ന് നീ എന്നെ പരിഹസിച്ചായിരുന്നു, എന്നോട് നീ ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തു. ഇപ്പം എങ്ങനെയുണ്ട്? ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ മോളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും ശ്രുതിക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ നമ്മുടെ രേവതി അവിടെ മാറാലയൊക്കെ തൂത്ത് വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഒരു പൊട്ടിച്ചിരിയുടെ ശബ്ദം കേട്ടു. നോക്കുമ്പോൾ നമ്മുടെ വർഷ മൊബൈലിൽ എന്തോ കണ്ടിട്ടിരുന്ന് ചിരിക്കുക. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് ചെന്നു. എന്താ നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ചേച്ചിക്ക് വാ ഇവിടെ ഇരിക്കും, ഇത് നോക്കിക്കേന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കാണിച്ചു കൊടുക്കുക. രേവതി അത് കണ്ടപ്പം അയ്യോ ആ പെണ്ണ് അദ്ദേഹത്തെ എന്തൊരു അടി അടിക്കുന്നതെന്ന് ചോദിച്ചു. ചേച്ചി ഇവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്നാലും എന്തൊരു അടിയായി അടിക്കുന്നതെന്ന് രേവതി. ചേച്ചി ഇത് റീൽസ് അല്ലേ ചേച്ചി, ഇതിപ്പോൾ ഒട്ടുമിക്ക റീൽസും ചെയ്യുന്നത് കപ്പിൾസാ, ഇതേ കല്യാണം കഴിക്കുന്നത് തന്നെ ഒന്നിച്ച് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വർഷ രേവതിയോട് പറയുന്നു. പാവല്ലേ, എന്നാലും എന്തൊരു അടിയാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നു ചന്ദ്രമതി. എന്താ ഇവിടെ ഇത്ര ചിരിക്കേണ്ട വിഷയമാണോ അടി ഈ വീട്ടിൽ നടന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ നടന്നു എന്ന് കരുതി ചിരി വരുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റുമോ ആൻറ്റി എന്ന് വർഷ അന്നേരം ചോദിച്ചു. ചന്ദ്ര അന്നേരം രേവതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. കണ്ണും കാണിച്ചത് ഇളിക്കുക, നിനക്ക് അടുക്കളയിൽ പണിയൊന്നും ഇല്ല എടിയെന്ന് രേവതിയോട് ചോദിക്കുമ്പം അമ്മേ ഇളിക്കല്ല ചിരിക്കുക, അങ്ങനെയാ പറയേണ്ടത്, പിന്നെ പല്ല് കാണിക്കാതെ ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു രേവതി. അപ്പം കറക്റ്റാ പറഞ്ഞത്, കറക്റ്റാന്ന് വർഷ. നിനക്കെന്താ പ്രശ്നമെന്ന് ചന്ദ്ര. ആൻറ്റി ചേച്ചിയെ വഴക്ക് പറയണ്ട, ഞാൻ ആ ചേച്ചിയെ വിളിച്ചു വരുത്തി റീൽസ് കാണിച്ചു കൊടുത്തു, വേണമെങ്കിൽ ആൻറ്റിക്കും കാണിച്ചു ചിരിച്ചു മരിക്കും എന്നും പറഞ്ഞ് കാണിക്കുമ്പം നിന്റെ കോമഡി കണ്ട് ചിരിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അല്ല എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. അല്ല നീ ഇവളോട് പിണക്കത്തിലായിരുന്നല്ലോ,
പിന്നെ എങ്ങനെയാ ഇപ്പൊ പിന്നെ മിണ്ടിയതെന്നൊക്കെ ചോദിക്കുമ്പം വീണ്ടും അതും ഇതൊക്കെ പറഞ്ഞ് നിന്നെ ഇവള് മയക്കി എടുത്തല്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതി പറയുമ്പോൾ എൻ്റെ പൊന്നേന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോഴേക്കും ശ്രുതി അമ്മേ എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. അമ്മേ, ശ്രുതി പോയിട്ട് കുറേ സമയമായല്ലോ അമ്മേ, അവൾ ഇതുവരെയായിട്ട് തിരിച്ചു വന്നില്ലല്ലോ, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചന്ദ്ര. അപ്പോഴത്തേക്കും ശ്രുതി കയറി വരും, ഇവരുടെ സംസാരം കേൾക്കുവാണ്. അപ്പം അമ്മ ശ്രുതി ഇതുവരെ വിളിച്ചിട്ടുമില്ല, അതിന് ഞാനിപ്പോൾ അവളെ വിളിക്കണമായിരിക്കും, അതാണോ നീ പറയുന്നതെന്ന് ചന്ദ്ര. അയ്യോ അല്ലമ്മേ, അങ്ങനെയല്ല, ഞാൻ എന്തായാലും അവളെ വിളിച്ചു നോക്കാന്ന് പറയുമ്പോൾ എടാ ദേ വിളിച്ചു പോകരുത് അവളെ, ഞാൻ പറഞ്ഞൊക്കെ നീ മറന്നോടാന്ന് ചോദിച്ചു ദേഷ്യപ്പെടും. അപ്പം ഇല്ലമ്മേ മറന്നിട്ടില്ല എന്ന് ശ്രുതി. ഇതൊക്കെ ശ്രുതി പുറത്തു നിന്ന് കേൾക്കും. അപ്പോൾ രേവതിയും വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അന്തം വിടുവാണ്. ഇനി എനിക്ക് തീരെ വിശ്വാസമല്ല, ഇനി ഞാനെങ്ങാനും അറിയാതെ നീ അവളെ വിളിച്ചോടാ. അയ്യോ ഇല്ലമ്മേ ഞാൻ വിളിച്ചില്ല. എന്നാലും ശ്രുതി ഒരു പാവം. എന്തു പാവം? അവളെപ്പറ്റി എന്നോട് മിണ്ടിപ്പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പേടിപ്പിക്കുക ചന്ദ്ര. അപ്പം രേവതി നോക്കുമ്പോൾ ശ്രുതി മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ വർഷയെ കാണിച്ചു കൊടുക്കുക. വർഷത്തെ ശ്രുതി വന്ന് നിൽക്കുന്നെന്ന് രണ്ടുപേരും നോക്കി. അപ്പം നിന്നോട് ഞാൻ അവളെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ദേ തെറ്റ് ചെയ്തിട്ട് നിനക്ക് വേണ്ടി ചെയ്താണെന്ന് അവൾ പറഞ്ഞു, നീ ഓർക്കുന്നില്ലടാ, നീ കഴിവുകെട്ടവനാണെന്ന് അവൾ പറഞ്ഞില്ലേടാ എന്നൊക്കെ ചോദിക്കാം. അവളെങ്ങാനും നീ വിളിച്ചാലുണ്ടല്ലോ നിന്റെ 2 കൈയും കാലും ഞാൻ തല്ലി ഓടിക്കുമെന്നൊക്കെ പറയുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ട് വല്ലാണ്ടായിട്ട് നിൽക്കുകയാണ്. പോയൊക്കെ വരാനും അറിയാം, നീ ആയിട്ട് ഇനി അവളെ വിളിക്കാനൊന്നും പോകണ്ടെന്നും പോടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി. അപ്പോഴേക്കും ശ്രുതിക്ക് ആൻറ്റീന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ നാവ് പൊങ്ങുന്നില്ല. ദേ ചേച്ചി, ശ്രുതി ചേച്ചി വന്നതേ ആൻറ്റി കണ്ടിട്ടില്ലെന്നാ തോന്നുന്നു വർഷ. അതെ, അവൾ വരുന്നത് അറിയാതെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കാം, ആരഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയേ പറയത്തുള്ളൂ എന്ന് വർഷ അന്നേരം പറഞ്ഞു. അല്ലമ്മേ ഞാനൊന്ന് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം വിളിച്ചു. ശ്രുതിക്ക് സന്തോഷമായി. ചന്ദ്ര ഇങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോഴേക്കും ശ്രുതി അമ്മേ ശ്രുതി എഴുന്നേ നിന്നെ വിളിക്കുന്നേ എന്നും പറഞ്ഞാൽ ചെന്നപ്പെടാ ഇങ്ങോട്ട് വാടാ എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അല്ലമ്മേ ശ്രുതി വന്നമ്മേ. അവൻ്റെ ഒരു ശ്രുതി കുറെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ വഴക്ക് പറയാം. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എനിക്കൊരു കോഫി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞപ്പോൾ അമ്മ ഇപ്പോഴല്ലേ കോഫി കുടിച്ചത്, ഞാനിപ്പോൾ കോഫി കുടിച്ചെന്നായിരുന്നു, എന്നോട് എനിക്ക് കുടിച്ചുകൂടെ അടിയെന്ന് ചോദിച്ചുകൊണ്ട് രേവതിയുടെ മെക്കെട്ട് കയറുന്നു. നിന്റെ വീട്ടിൽ നിന്നാണോടി പാലും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൊണ്ടുവരുന്നേ? നല്ല തലവേദന ഉണ്ടല്ലേ, അതാ ഇപ്പോൾ വീണ്ടും കോഫി ചോദിച്ചതെന്ന് രേവതി. ഈ തലവേദന കോഫി കുടിച്ചാലൊന്നും മാറത്തില്ല, അമ്മ പോയി വല്ല ഗുളിക എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് വിറയാണ്. അപ്പോഴും ശ്രുതി ഇങ്ങനെ ശ്രുതിയെയും അമ്മയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുക. ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ കാറ്റ് പിടിച്ച പോലെ കല്ല് പോലെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പെരക്കകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ചന്ദ്ര ഇങ്ങനെ തുറിച്ചു നോക്കുവാട്ടെ. ഈ സമയത്ത് ശ്രുതി കയറി അകത്തേക്ക് പോയി. അപ്പോഴത്തേക്കും ശ്രുതിയും പിന്നാലെ ശ്രുതി എന്ന് വിളിച്ച് ചെന്നപ്പോൾ എടാ എന്നും പറഞ്ഞ അമ്മ. എന്താ അമ്മേ അവിടെ കയറി പോവാന്ന് ചോദിച്ചു. അല്ലമ്മേ ശ്രുതി ഒന്ന് കാണാൻ അവൾ തിരിച്ചു വന്നല്ലോ, അവൾ വന്ന് നിനക്കെന്താടാ, നീ മുറിയിലോട്ടൊന്നും പോവണ്ട, വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ടെൻഷനായി. അല്ലമ്മേ അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ അത് നിനക്ക് പുറത്ത് പോയിരുന്നു വിളിക്കാമല്ലോ, പുറത്തേക്ക് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ പറഞ്ഞു വിടുക. എന്നിട്ട് ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്ര. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അടുക്കളയിൽ, അതായത് വർഷയും രേവതിയും കൂടെ, ശ്രീകാന്തിനെ ഞാൻ എൻ്റെ കൺട്രോളിലൊക്കെ നിർത്തും, ചേച്ചി സച്ചിയേട്ടനെ ചേച്ചിയുടെ കൺട്രോളിൽ നിർത്താൻ നോക്കണം എന്ന് പറയുമ്പോൾ എന്തിനാന്ന് ചോദിച്ചു. നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് വഴക്ക് കൂടിയാലേ ഇവരിപ്പോൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളിൽ നിന്ന് പിരിക്കാൻ നോക്കും, അവരെ വളരെ ഡേഞ്ചറസ്വാ. എനിക്കാ പേടിയൊന്നുമില്ല എന്ന് രേവതി. ഒന്നാമത്തെ കാര്യം സച്ചേട്ടനെ എന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ പിണങ്ങിയാലും അമ്മയ്ക്ക് അതൊരു വിഷയമേ അല്ല. അതുമാത്രമല്ല ആര് പറഞ്ഞാലും സച്ചേട്ടൻ അത് കേൾക്കണ്ടേന്ന് ചോദിച്ചു. ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാനും പറ്റില്ല എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ വർഷയ്ക്ക് സന്തോഷമായി. പിന്നെ നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ നീ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ. അതിനുള്ള പണി ഇപ്പോഴേ തുടങ്ങണമെന്നും പറഞ്ഞ് വർഷം നിൽക്കുമ്പോൾ രേവതി അടുക്കളയിൽ അടുത്ത പണിക്ക് പോയി. നമ്മുടെ വർഷം നിന്നിങ്ങനെ ആലോചിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി കൈയൊക്കെ ഇങ്ങനെ പിരിച്ച് അതിൽ നടക്കുകയാണ് ബാൽക്കണിയിൽ കൂടെ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിമോൾ അതുവഴി വന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിൽക്കുന്നത് കണ്ടു. അയ്യോ ശ്രുതിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ശ്രുതി എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് ആൻറ്റി എന്നും പറഞ്ഞ് ചെന്നു. വെറുതെ എന്നെയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അന്നേരം ചൂടാവുക. എനിക്കിപ്പോഴും പറയാനുള്ളത് അത് തന്നെയാണ്, എനിക്ക് വേണ്ടിയല്ല ശ്രുതിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശ്രുതി പറയുമ്പോഴും ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശ്രുതി മോള് വിടാൻ പ്ലാനൊന്നുമില്ല, പിന്നാലെ ചെല്ലുക. ആൻറ്റി ഞാൻ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തേ, അതെന്താ ആൻറ്റി മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പം ഇനി ഞാൻ എന്താടി മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു ചന്ദ്ര. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാ ചന്ദ്രയോട്. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ മുതൽ തുടങ്ങി കാണുന്നതാ, ശ്രുതിക്ക് വീട്ടിൽ ഒരു വിലയും ഇല്ല, പിന്നെ ആരും ശ്രുതിയെ ബഹുമാനിക്കുന്നോ പരിഗണിക്കുന്നോ ഒന്നുമില്ല, എല്ലാവരുടെ മുന്നിലും ഒരു പരിഹാസ കഥാപാത്രമാണ് ശ്രുതി. അത് മാറണമെന്നുണ്ടെങ്കിൽ ശ്രുതി എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റുള്ളൂ. ശ്രുതിയുടെ നല്ല ലൈഫിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പം
നീ ചെയ്ത തെറ്റുകൾ മറിക്കാൻ ഓരോരോ കാരണങ്ങൾ നീ പറയുകയാണെന്ന് ചന്ദ്ര. ആൻറ്റി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, പക്ഷെ ഞാനത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് ആൻറ്റിയോട് പറഞ്ഞത്. ആ കാശിൽ നിന്ന് ഞാൻ എനിക്കായിട്ട് സ്വർണ്ണോ ഡ്രസ്സോ കാറോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നും എൻ്റെ സ്വന്തം ആവശ്യത്തിന് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല എന്നും ആ ഒരു കാശ് മുഴുവനും ചിലവാക്കിയത് ആൻറ്റിയുടെ മോന് വേണ്ടി തന്നെയാണെന്നൊക്കെ ശ്രുതി പറയണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ചന്ദ്ര. അപ്പോൾ ശ്രുതി ലൈഫിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ശ്രുതി പറയുമ്പം നീ പറയുന്നത് കേട്ടാൽ തുടങ്ങുന്നു നീ മാത്രം അവന് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നതെന്ന്. നീ അവന് വേണ്ടിയാ ചെയ്തതെങ്കിലും അത് എന്നോട് പറഞ്ഞിരിക്കണമായിരുന്നു. ആൻറ്റി എന്നോട് പറയാ ചെയ്ത് തെറ്റാ, കള്ളത്തരാ കാണിച്ചത്, നീ ഒരു കള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വീണ്ടും ആണയിട്ട് ശ്രുതിയുടെ മുന്നിൽ പറയുന്നു. ശ്രുതി എൻ്റെ അടുത്ത് നിന്നൊന്നും മറച്ചു വെക്കാറില്ലെന്നും നീ പറഞ്ഞിട്ടാ ഇക്കാര്യം മറച്ചു വെച്ചതെന്നും ചന്ദ്ര ശ്രുതിയോട് പറയുവാണ്. സൂത്രശാലിയാ നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി എല്ലാം ചെയ്തിട്ട് ഇപ്പം എൻ്റെ മുന്നിൽ വന്നിരുന്ന് നീ ന്യായം പറയുന്നോടി. എൻ്റെ കൺമുന്നിൽ വരാതിരിക്കുന്ന നിനക്ക് നല്ലത്, ഇറങ്ങി പോടി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വയ്ക്കുമ്പോഴത്തേക്ക് ആൻറ്റി നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, ഇനി എൻ്റെ അടുത്ത് പോയി നീ വന്ന് പോയേക്കരുത് പോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ ആട്ടി പുറത്താക്കുന്നു. അപ്പോൾ കയറി പോടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ തന്നെ തുറച്ച് നോക്കുവാട്ടോ. ശ്രുതി അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ മുറിയിലിരിക്കുന്ന ശ്രുതിയുടെ ഫോണിലേക്ക് അടുത്ത കോള് വരുന്നു. പണി പാലും വെള്ളത്തിലങ്ങാണ്ട് വരുന്നുണ്ട് ശ്രുതി മോൾക്ക്. അപ്പോൾ അങ്ങനെ ശ്രുതിയുടെ ജീവിതം വീണ്ടും ഇങ്ങനെ എന്നാ പറയുന്നത് ഒരു നിലയില്ലാ കയത്തിലേക്ക് ആഴ്ന്നാഴ്ന്ന് പോകുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.